ഹായ് സുഹൃത്തുക്കളെ, നമ്മൾ ഇതിനു മുമ്പ് കേരളത്തിൽ ഏറ്റവും വലിപ്പമേറിയ പല പോത്തുകളെയൊക്കെ കാണിച്ചിട്ടുണ്ട്. പലരും ചോദിച്ചിട്ടുണ്ട് എപ്പോഴും നിങ്ങൾ വലുതിനെ മാത്രമല്ല കാണിക്കുന്നത്. ഇത്തവണ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്ത്യയെ തന്നെ ചിലപ്പോ ഇന്ത്യയുടെ വേൾഡിൽ തന്നെ ഏറ്റവും ചെറിയ ഐറ്റത്തിനെ നമ്മൾ കാണിക്കുന്നത്. ഈ ഒരു സംജാത് മച്ചാനാണ് ഈ ഇവിടെ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നത്. കൊടുങ്ങല്ലൂരുകാരനാണ് അല്ലേ? ഇന്ത്യയിൽ തന്നെ ഏറ്റവും ചെറുതായിരിക്കും. ഇനിയിപ്പോ ഇവര് പറയട്ടെ, കണ്ടു നോക്കി നേരിട്ട് നമുക്ക് കാണാട്ടെ. കാണാല്ലേ? ഇതൊരു റെക്കോർഡായിരിക്കും കേട്ടോ സംജാത് മച്ചാന്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ ഈ ഒരു വീഡിയോ വന്നു കഴിയുമ്പോ ഏറ്റവും ചെറിയ ഒരു ഐറ്റം നിങ്ങളുടെ ആയിട്ട് മാറും. നമുക്ക് ഇൻഷാല്ലാ നോക്കി അറിയാം. മാറും തീർച്ചയായും, ഒരു സംശയമില്ല. ദീ നിക്കണം മുതലേണ്ടാ കണ്ടാ. ഇവനെ കണ്ടിട്ട് നിങ്ങക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നിൽക്കണുണ്ടോ? കയറൊക്കെ കെട്ടി കൊടുത്തേക്കണം. സംജാതിന്റെ അടുത്തേക്ക് വന്നിട്ടില്ലല്ലോ. നമുക്കിങ്ങനെ വേണമെങ്കിൽ അത്യാവശ്യം ആരോഗ്യമുള്ള ആളാണെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ കയ്യിൽ പിടിച്ചിങ്ങനെ പൊക്കിയെടുക്കാം. സംജാത് പൊക്കുവാ. സംജാതിനെ കണ്ടിട്ട് എനിക്ക് ആരോഗ്യം ജിമ്മി പോണ്ടോ? ഇല്ല, നമ്മള് രണ്ടാള് പൊക്കിയിട്ടാണ് കയറ്റിക്കൊണ്ടുവന്നത്. ശരിക്കും വേൾഡില് എത്രയാണ് നിലവിൽ റെക്കോർഡ് നിൽക്കുന്നത്? നിലവില് റെക്കോർഡ് നിൽക്കുന്നത് 83.8 റെക്കോർഡ് നിൽക്കുന്നത്. ഇഞ്ച് 83 എന്ന് പറയുമ്പോ 2 അടി 8. എന്തായാലും ആ 2 അടി 8 ഇഞ്ചിൽ കുറവായിരിക്കും. ഈ ഒരു ഒറ്റ നോട്ടത്തില് ഇതൊന്ന് നോക്കിയേ. നമ്മുടെ കാലിന്റെ ഇവിടെ നോക്കിയേ, മുട്ടിന്റെ ഇവിടെ ഇതാണ് എന്റെ മുട്ട്. ഇവിടെയും വരെയാണ് ഈ സാധനത്തിന്റെ ഹൈറ്റ് വരുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഒരു പക്ഷേ വേൾഡിൽ തന്നെ റെക്കോർഡ് സംജാത് സൃഷ്ടിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്നും ഇതിന്റെ ഫേസ് ഒന്നും കണ്ടിട്ടില്ല. ഫേസ് ഒന്ന് വന്നേ. ഹലോ എരുമയാണ് ടേപ്പം. പോത്തല്ല പല്ലൊക്കെ ഉണ്ട്. ഇതിന് എത്ര വയസ്സുണ്ടാവും? ഇതിപ്പോ ഒരു വയസ്സും ഒരു 3-4 മാസം പ്രായം ഉണ്ടാവും. ഒരു വയസ്സും ഒരു 4 മാസം പ്രായം ഉണ്ടാവും. അതെ, അതിന്റെ പല്ലൊന്ന് വാശിക്കാരനാട്ടാ. കുഴപ്പമില്ല അല്ലെ? ഇല്ല. ആ പല്ലൊന്ന് കാണിച്ചു കൊടുത്തേ. പല്ലുണ്ടാ? നല്ല പല്ലാണ്. നല്ല ഗോൾഗേറ്റ് ഇട്ട് തേച്ച് വെളുപ്പിച്ച് വെച്ചേക്കും പോലെ അവനെ വെളുപ്പിച്ച് വെച്ചേക്കാണ്. ഹലോ ഓയ്, ഇതിന് പേരിട്ടണ്ട? പേരൊന്നും ഇട്ടിട്ടില്ല. ഒരു പേര് ഇടണ്ട നമുക്ക്. ഇതിന് പറ്റിയത് പെണ്ണാണ്, എരുമയാണ്. ആ എരുമക്ക് പറ്റിയത് ഇച്ചിരി കൂടെ ഇങ്ങോട്ട് പോരട്ടെ. അവൻ തിന്നുകൊണ്ടിരിക്കുക. നല്ലതേ ഇവിടെ നല്ലതേ ഒരു തണ്ണിമത്തൻ ഉണ്ടായി കിടക്കണണ്ട. ഇത് പൊട്ടിച്ചപ്പോ തിന്നാൻ പറ്റുമോ? ഇല്ല, മൂത്തിട്ടില്ല. അപ്പൊ അവിടെ കിടക്കട്ടെ. എന്തായാലും മൂത്തേമി ഇവക്ക് കൊടുക്കണം. കൊടുക്കാം. വാ, ഞാൻ വിളിച്ചു കൊടുക്കാം. വാ. ആവോ. ഹിന്ദിയാണോ? ഹിന്ദിക്കാരിയാണ്. പക്ഷെ ഇപ്പൊ നമ്മളെ മലയാളൊക്കെ ആയിട്ട് ഇണങ്ങി വന്നിട്ടുണ്ട്. ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടാ. ഭയങ്കര മൃഗസ്നേഹി കൂടിയാണ് സംജത് അല്ലേ? ചെറുപ്പത്തിലേ ഇതാണ് ക്രൈസ്. വീട്ടുകാര് ആ പ്രേമം കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോ ഒരു കഥയുണ്ട്. മച്ചാന് ലാസ്റ്റ് ഒരു പെണ്ണ് കെട്ടിച്ചു കൊടുക്കാണ്. പക്ഷെ പെണ്ണിന്റെ ഡോക്ടറാണ് അല്ലേ? വെറും ഡോക്ടർ അല്ല. എന്ത് ഡോക്ടർ? അതായത് മൃഗങ്ങൾക്ക് വേണ്ട പരിചരിക്കുന്ന രോഗങ്ങള് എല്ലാം മാറ്റി കൊടുക്കും. ഇത് സംജാത് കണ്ടുപിടിച്ചാണോ? അത് നമ്മൾ കണ്ടുപിടിച്ചതല്ല. പാപ്പന്നെ ഇങ്ങനെ മാട്രിമോണിൽ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെ കിട്ടിയതാണ്. വെറ്റിനറി കണ്ടപ്പോ പിന്നെ നമ്മള് ഓക്കെ ആയി. വേറെ ഒന്നും ചോദിച്ചില്ല. എന്തായാലും എന്ത് അസുഖങ്ങള് മൃഗങ്ങൾക്ക് ഉണ്ടെങ്കിലും ഇതൊന്നും ചോദിച്ചിട്ട് ഇത് എവിടുന്ന് കൊണ്ടുവന്ന നമ്മള്? ഇത് നമ്മള് നോർത്തിൽ നിന്ന് കൊണ്ടുവന്നതാ. അതെ അല്ലേ? ഇത് ക്രൈസിന്റെ ചെവി കുറച്ചും കൂടെ വലുതാണ് കേട്ടോ അല്ലേ? നല്ല തീറ്റ കൊടുക്കാനായിട്ട് തോന്നുന്നു അല്ലേ? മാഷാഅല്ലാ. ആള് ഫുഡ് എടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് ഫുഡ് എടുത്ത് വെള്ളമൊക്കെ കുടിച്ച് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. നാട്ടിൽ ആളുകൾ ഇത് കാണാൻ വരുന്നുണ്ടോ? കാണാൻ വരുന്നുണ്ട്. ഇപ്പൊ അറിഞ്ഞറിഞ്ഞ ഓരോരുത്തർ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് കാണാൻ അല്ലേ? കാണാൻ തന്നെ ഒരു കൗതുകം അല്ലേ? പോണ പോക്കേണ്ട കൗതുകമാണ്. നമുക്ക് പുറത്തേക്ക് ഇറക്കി വെക്കാം. ചലോ ചിക്കു, എങ്ങനെയുണ്ട്? 100 സാധനം നമ്മുടെ കാറിലേക്ക് കയറ്റാൻ വേണ്ട. കാറിന്റെ ബോണറ്റ് ഡിക്കി പൊക്കി ഒന്ന് തുറന്നു നോക്കി. ഡിക്കിയുടെ അടുത്ത് നിർത്താൻ വേണ്ടിട്ടാ. ഡിക്കി തുറന്നി വന്നേ. ഡിക്കിയുടെ അടുത്ത് സംജാത് ഭായ്, ഈ ഡിക്കിയുടെ അടുത്ത് ഒന്ന് നിർത്തിയേ. നിക്കേ. അതിന്റെ അടുത്ത് ഒന്ന് വട്ടം നിർത്തിയേ. ചിക്കു ഇങ്ങനെ പിടിച്ചോട്ടാ. നമ്മുടെ കാറിന്റെ അകത്തേക്ക് കയറ്റാൻ വേണ്ടിട്ടാ. ഡിക്കിയുടെ അയ്യോ കാറിന്റെ ആ ഭാഗം പോലും ഇല്ലട്ടവൻ. അവള് സോറി മാറിപ്പോയി അല്ലേ മച്ചാനെ? മച്ചാൻ എന്തെങ്കിലും വിളിക്കേണ്ടതിനെ പേരിടണം. അപ്പൊ കമന്റില് നമുക്ക് പേരറിയിക്കാട്ടാ. സംജാതെ
നല്ല പേര് നോക്കി നമ്മുടെ കമന്റിൽ വന്ന നല്ല പേര് നോക്കി ഇതിനെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കൂട്ടാ. എന്തായാലും ഡിക്കിയുടെ അടുത്ത് ഇരുത്തി പത്രമില്ല അല്ലെ, ശരിക്കും നമ്മുടെ സീറ്റിലേക്ക് കയറ്റി കൊണ്ടാ ഇരുത്തി അല്ലേ. മച്ചാനൊന്ന് പൊക്കിയ മച്ചാനെ കണ്ടറിയാം, ഒരു ജിമ്മാണെന്ന് മച്ചാനെ കണ്ടറിയാം. മച്ചാനെ ഒന്ന് എടുത്തു നോക്കിയേ, പൊങ്ങിയില്ലെങ്കിൽ വേണ്ട, മച്ചാൻ നോക്ക്. നമ്മളെ രണ്ടാളും പിടിച്ചിട്ടാണ്. അതെ, അന്ന് നിങ്ങൾ രണ്ടാളും കൂടെ ഒന്ന് പൊക്കിയേ, പൊക്ക് പൊന്തണം. അന്ന് പൊന്തിയതാ. ആ പൊക്കി നോക്ക്, ആ പൊക്ക്. ഒരു കൈയല്ല, രണ്ട് കൈ നോക്കും മച്ചാനെ. ചിക്കു നോക്കിക്കോ, എല്ലാവരും കൂടെ പൊക്കാണ്. ആ പൊക്കാണ്. നമ്മളെ മച്ചാത്തിനെ രണ്ടുപേരും കൂടെ പൊക്കി വിജയകരമായി പൂർത്തീകരിച്ചേക്കാണ്. ഇവര് രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് പൊക്കിയത്, നീയും കൂടെ ചേർന്നല്ല. ഇനി ഞാന് ഒറ്റക്ക് ഇവനെ പൊക്കാൻ പോവാണ്. അല്ല ഇവളെ പൊക്കിക്കോട്ടെ. ആ ഞാൻ ഒറ്റക്ക്. അതേ അത്യാവശ്യം വന്നേ, പിന്നെ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്. കാണാൻ മാത്രമാണ് ചെറുതുള്ളൂ, വെയിറ്റില് യാതൊരു കുറവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പറയാണ്, നിങ്ങക്ക് ഇവനെ ഇഷ്ടപ്പെട്ടെങ്കിൽ, അല്ല ഇവളെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാം. അതേപോലെ നല്ല നല്ല വീഡിയോസ് നമ്മൾ വെറൈറ്റി ഇതുപോലെ കൊണ്ടുവരും. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ഒക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇവൻ ശബ്ദം ഉണ്ടാക്കുമ്പോ അവിടെ നിൽക്കണ ഒരു മൂര്യ പോത്തത് പോത്തി ശബ്ദം ഉണ്ടാക്കണേ, അതിന്റെ ശബ്ദം കേൾക്കുമ്പോ ഇവൻ ഉണ്ടാക്കും. അല്ല നോക്കി നിക്കണണ്ട, ഇത്ര നേരം അവൻ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം. മച്ചാനെ ഇതിനെന്താ ഫുഡ് കൊടുക്കണേ? ഇപ്പൊ നമ്മള് ചെറുതായിട്ട് ഓവർ ഫുഡ് കൊടുത്തു തുടങ്ങിയിട്ടില്ല. ചെറിയ ചോളത്തവിടും സോയപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ചീച്ച വളരെ മിതമായിട്ട് കൊടുത്തു തുടങ്ങിയിട്ടുള്ളൂ. കാരണം ഇതിപ്പോ അവരുടെ ഫുഡ് അവിടെ അവരെന്താ കൊടുത്തതെന്നുള്ളത് നമുക്ക് വലിയ അറിവില്ല. അവിടെ ഗോതമ്പിന്റെ ഐറ്റംസ് നമ്മളെ സാധനങ്ങളായിരിക്കും ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക. ഫ്രൂട്ട്സ് കഴിക്കുവോ? എല്ലാം കഴിക്കുന്നുണ്ട്, കൊടുക്കണതെല്ലാം ആള് കഴിക്കുന്നുണ്ട്. പക്ഷെ നമ്മള് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. പതിയെ പതിയെ നമ്മളെ നാടായിട്ടൊന്ന് ഇണക്കിയായിട്ട് ചെയ്യാന്നുള്ള പ്ലാനില്ല. ഇതിന്റെ ഫുഡും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നത് ഡോക്ടറായ വൈഫായിരിക്കുവാ. വൈഫ് പറഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ കാര്യങ്ങളിൽ ഓരോന്ന് ചെയ്യണത്. വൈഫ് പറയണ മരുന്നുകളൊക്കെ ഏഷനുണ്ടോ? ഏഷനുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോകുന്നുണ്ട്. ബാക്കിയുള്ളതിന്റെ കാര്യങ്ങളൊക്കെ വൈഫ് തന്നെയാണ് നോക്കണത്. വന്നന്ന് നമ്മള് ഫുള്ള് ചെക്കപ്പും കാര്യങ്ങളൊക്കെ വൈഫ് ഒന്ന് ചെക്കപ്പ് ചെയ്തിരുന്നു. മൊത്തത്തില് ഇതിനെ ഫുള്ള് ചെക്കപ്പ് ചെയ്ത് ഫുള്ള് പനി കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ മൊത്തത്തില് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അപ്പൊ എന്തെങ്കിലും അസുഖങ്ങൾ കണ്ടുപിടിച്ചോ? ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഓക്കെ ആണ് ആള്. പിന്നെ മോശം പോവാത്തതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ എല്ലാം പക്കയായിട്ട് നിൽക്കുകയാണ്. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. വെള്ളം കൂടിയും പുല്ല് കഴിക്കലും ഉള്ളിടത്തോളം കാലം നമുക്ക് ചെറിയ ചെറിയ കംപ്ലൈന്റുകളൊക്കെ ഉണ്ടെങ്കിൽ വൈഫ് മാറ്റിക്കോളും. സംജാതിന്റെ അങ്ങനെ കംപ്ലൈന്റുകളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഒരു കംപ്ലൈന്റ് അല്ലേ വന്നിട്ടില്ല, അതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കണേ. ഹാപ്പിയാണല്ലേ? ഒരു അരുമയാ. നല്ല ഇങ്ങനെ താലോലിച്ച് നമുക്ക് വീട്ടിലായാലും നല്ല ഫാമിലൊക്കെ അല്ലേ? അത് തന്നെ നിങ്ങൾക്കത് പറയാൻ പറ്റും. നിങ്ങൾ ജിമ്മിൽ പോണേയാണ് അല്ലേ? എന്തായാലും ഇവിടെ കാണുമ്പോ തന്നെ ഉണ്ടല്ല ഒരു പാവം, വലിയ ശല്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിനൊന്നും മൂക്ക് കുത്തേണ്ട ആവശ്യമില്ല അല്ലേ? നല്ലൊരു പെറ്റ് സ്റ്റേഷനിലൊക്കെ നിർത്തിയാണ്ടില്ല, ഒരുപാട് പേർക്ക് ഒന്ന് കാണാൻ പറ്റും. ഇവിടെ തന്നെ ആളുകൾ വന്നല്ലേ, അറിഞ്ഞറിഞ്ഞ് വരുന്നുണ്ട്. ഇനിയിപ്പോ നാട്ടുകാരും വരുന്നുണ്ട്. ഇതിന് ഫ്രൂട്ട്സ് കൊടുക്കാറില്ല അല്ലേ? ഇല്ല ഒന്നും. നമ്മളതാ പറഞ്ഞത്, നമ്മളിപ്പോ ഒന്നും അങ്ങനെ ഓവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല. എല്ലാം നമ്മളെ ശീലത്തിലേക്ക് ആക്കി കൊണ്ടുവരാന്നുള്ളതാണ് നമ്മളെ പ്ലാൻ. ഇപ്പൊ മാഷാ അല്ലാഹ് വേറെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഫുഡൊക്കെ കഴിച്ച ആള് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ കാല് കുളമ്പൊക്കെ നല്ല പക്കിയാണ് കേട്ടാ, രോമങ്ങളൊക്കെ. ശരിക്കും ഇതിനൊന്നും എണ്ണ ഇട്ട് കൊടുത്താണ്ടില്ല, ഫുള്ള് ബ്ലാക്ക് ആവൂലേ? ബ്ലാക്ക് ആയിട്ട്. പിന്നെ ഇത് അവിടെ ഇതില് ഫാമിൽ നിന്നിരുന്ന കുട്ടിയല്ലേ, അപ്പൊ അതാണ് ഇത്ര ലൈറ്റ് ആയിട്ട് ഇരിക്കുന്നത്. 1.5 വയസ്സായിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ ഈ നാടായിട്ട് വന്ന് വെയിലും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോ നല്ല ബ്ലാക്കിലോട്ട് വരും. കയ്യൊക്കെ നക്കണുണ്ടോ? ആഹാ, അയ്യോ കയ്യെ പടി കൊണ്ടുണ്ട്. ഇതേപോലെ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഉണ്ടല്ല, പിള്ളേർക്കാണെങ്കിലും ഇനി വലിയ ആളുകൾക്കാണെങ്കിലും ഇത്തിരി പേടിയുള്ള ആളുകൾക്കാണെങ്കിലും ഇതൊക്കെ ആയിട്ട് പെട്ടെന്ന് ഇണങ്ങി ചേരാൻ പറ്റും. മൃഗങ്ങളോടുള്ള ആ പേടി പോയി. ഇവൻ എന്താ തിന്നണേന്ന് നോക്കട്ടെ കേട്ടോ. നല്ല പുല്ലാണ് കേട്ടോ, പുല്ലാണ് തിന്നണേ. ആ കറമുറാന്ന് കടിച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ്. ഈച്ച ഒന്നും വരാതിരിക്കാൻ എന്ത് മരുന്നാണ് തേക്കണേ? ഈച്ച വരാണ്ടിരിക്കാനായിട്ട് നമ്മ ആവണക്കെണ്ണ മിക്സ് ചെയ്തിങ്ങായിട്ട് അത് തേക്കുക. അത് മതിയല്ലേ? ധാരാളം. ആവണക്കെണ്ണയും വേപ്പെണ്ണയും കൂടെ ഇങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് തേച്ച് വിട്ടാൽ മതി.